മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഭാരതത്തില് ധാരാളം ഗണിതശാസ്ത്രജ്ഞന്മാരെ ഉണ്ടായിരുന്നു, ജ്യോതിശാസ്ത്രജ്ഞന്മാരും ഉണ്ടായിരുന്നു. അസ്ട്രോണമേഴ്സ്, നേരത്തെ പറഞ്ഞത് മാത്തമാറ്റീഷ്യൻസ്. ധാരാളം തിയറങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പരിധേഹ ഷഡ്ഭാഗത്യ വിഷ്കംഭാർദ്ദേന സാതുല്യ. ഒരു വൃത്തത്തിന്റെ പരിധിയെ ഷഡ്ഭാഗം 6 മാറ്റിയിട്ട് അതിന്റെ കോഡെടുത്താല് റേഡിയസിന് തുല്യമായിരിക്കും. അങ്ങനെയുള്ള തിയറങ്ങൾ ധാരാളം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഒരു കോംപ്ലിക്കേറ്റഡ് തിയറം, ലെബനിറ്റ്സ് തിയറം ഉണ്ടാക്കിയിട്ടുണ്ട്, ല്യൂളേഴ്സ് തിയറം ഉണ്ടാക്കിയിട്ടുണ്ട്, ഗ്രിഗറീസ് തിയറം 3-4 എക്സ്ട്രാപ്പൊളേഷനും ഇൻട്രാപ്പൊളേഷനും ഒക്കെ ഉണ്ട്, ന്യൂട്ടൺസ്. ഈ തിയറങ്ങളെല്ലാം ഇന്ത്യൻ സയന്റിഫിക് ഹെറിറ്റേജ് എന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ പുസ്തകത്തിൽ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ പുസ്തകത്തിലെ കണ്ടന്റിന്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നേരിട്ട് ഡോക്ടർ ഓഫ് ലിറ്ററേച്ചർ D.Litt എന്ന ബിരുദം നൽകിയതും 1947 ശേഷം ഒരു സയന്റിസ്റ്റിനെ D.Litt കൊടുത്തിട്ടുള്ളൂ അത് വാങ്ങിക്കാനുള്ള ഭാഗ്യം കിട്ടിയത്. അതിലെ ഒരു തിയറാണ് ഗ്രിഗറീസ് തിയറം. നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ നോക്ക. വർഗൈർ യുജാംവ ദ്വിഗുണൈർ നിരേകൈർ വർഗീകൃതൈർ വർജിതയുഗ്മവർഗൈഹി വ്യാസം ച ഷഡ്ഗ്നം വിഭജിത് ഫലം സ്വം വ്യാസേത്രിനിഗ്നെ പരിധിസ്തദാസ്യ. ഇതാണ് ഒരു തിയറം. തിയറം സിമ്പിൾ തിയറാണ്, പക്ഷെ അത് എങ്ങനെ വന്നു എന്നുള്ളതിനെ കുറിച്ച് ഇന്ത്യൻ മാത്തമാറ്റിക്കൽ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ആര്യഭടനാണ് പൂജ്യം കണ്ടുപിടിച്ചത് എന്ന് പറയുന്നതൊന്നുമല്ല. ആര്യഭടൻ അല്ല പൂജ്യം കണ്ടുപിടിച്ചത്. ആര്യഭടൻ പൂജ്യത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. സ്ഥാനം പറഞ്ഞിട്ടുണ്ട്, സ്ഥാനാത് സ്ഥാനം ദശഗുണം സ്യാത്, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അല്ലാണ്ട് പൂജ്യം ആര്യഭടനല്ല. ആര്യഭടീയ പുസ്തകത്തിന്റെ കമന്ററി എഴുതിയ വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് നല്ലോണം അറിയാം, മിക്കവാറും എല്ലാ ശ്ലോകങ്ങളും നല്ലോണം അറിയാം, അതിനകത്തുള്ള മാത്തമാറ്റിക്കൽ അസ്ട്രോണമിക്കൽ കാര്യങ്ങൾ. ഇനിയിപ്പോ പറഞ്ഞ തിയറം ഗ്രിഗറീസ് തിയറം എന്ന് നോക്കാം. വർഗൈർ യുജാംവ, ഒരു ഇരട്ട സംഖ്യ 2, 4, 6, 8 എന്നുള്ള സംഖ്യയില് ഇരട്ട സംഖ്യയുടെ സ്ക്വയർ എടുക്കാം. വർഗൈർ യുജാംവ ദ്വിഗുണൈർ, അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നിരേകൈർ, അതിൽ നിന്ന് 1 കുറയ്ക്കാം. വർഗീകൃതൈർ, അതിന്റെ സ്ക്വയർ എടുക്കാം. ഇപ്പൊ 2 ആണെങ്കിൽ വിചാരിക്കാം, 2 സ്ക്വയർ -1. വർഗൈർ യുജാംവ ദ്വിഗുണൈർ, 2 സ്ക്വയർ × 2 -1 ദ ഹോൾ സ്ക്വയർ. ദ്വിഗുണൈർ നിരേകൈർ വർഗീകൃതൈർ, അതിന്റെ സ്ക്വയർ വീണ്ടും എടുക്കാം. വർഗീകൃതൈർ വർജിത യുഗ്മവർഗൈഹി, എന്നിട്ട് അതിൽ നിന്ന് ഇരട്ടസംഖ്യയുടെ സ്ക്വയർ കുറയ്ക്കാം. അപ്പൊ വർഗൈർ യുജാംവ ദ്വിഗുണൈർ നിരേകൈർ വർഗീകൃതൈഹി വർജിത യുഗ്മവർഗൈഹി. അങ്ങനെ 2 സ്ക്വയർ × 2 -1 ദ ഹോൾ സ്ക്വയർ. 4 സ്ക്വയർ × 2 -1 ദ ഹോൾ സ്ക്വയർ. 6 സ്ക്വയർ -2, 6 സ്ക്വയർ × 2 -2 ദ ഹോൾ സ്ക്വയർ. ഇങ്ങനെ കുറേ എടുക്കി വയ്ക്കാം. വർഗൈർ യുജാംവ ദ്വിഗുണൈർ നിരേകൈർ വർഗീകൃതൈഹി വർജിത യുഗ്മവർഗൈഹി. അതിൽ നിന്ന് ആ ഇരട്ട സംഖ്യയുടെ സ്ക്വയർ കുറയ്ക്കാം. വർജിത യുഗ്മവർഗൈഹി. എന്നിട്ട് വ്യാസം ച ഷഡ്ഗ്നം, ഒരു വൃത്തത്തിന്റെ വ്യാസത്തെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് ഇപ്പൊ പറഞ്ഞത് അതിനെ ഡിവൈഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. 2 × 2 സ്ക്വയർ -1 ഹോൾ സ്ക്വയർ -2 സ്ക്വയർ, അത് 6d ബൈ അത്. എന്നിട്ട് 2 × 4 സ്ക്വയർ -1 ദ ഹോൾ സ്ക്വയർ -4 സ്ക്വയർ, അത് 6d ബൈ ആ നമ്പർ. എന്നിട്ട് 2 × 6 സ്ക്വയർ -1 ദ ഹോൾ സ്ക്വയർ -6 സ്ക്വയർ, അതിനെ 6d കൊണ്ട് 6d യെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇതിങ്ങനെ കുറേ ചെയ്യാം. എന്നിട്ട് നീ വീണ്ടും പറയാം. വർഗൈർ യുജാംവ ദ്വിഗുണൈർ നിരേകൈർ വർഗീകൃതൈഹി വർജിത യുഗ്മവർഗൈഹി വ്യാസം ച ഷഡ്ഗ്നം വിഭജേത്. വിഭജേത് ബലം സ്വം. അങ്ങനെ കിട്ടുന്ന ബലങ്ങള് കുറേ ഉണ്ടല്ലോ. 2 സ്ക്വയർ 4 സ്ക്വയർ 6 സ്ക്വയർ. ഇനി വ്യാസം ച ത്രിനിഗ്നം, വ്യാസത്തെ 3 കൊണ്ട് ഗുണിച്ചതിനോട് കണ്ടിന്യൂസ് ആയിട്ട് ചേർത്താൽ പെർഫെക്റ്റ് ആയിട്ടുള്ള സർക്കംഫറൻസ് കിട്ടും.
ഒരു ചെറിയ തിയറമാണെങ്കിലും അതിൽ പോയിരിക്കുന്ന ഇൻഡെപ്ത് നോളജ് നോക്കാം. ഒന്നുകൂടി ഞാൻ പറയാം. വർഗൈർ യുജാംവ ഇരട്ട സംഖ്യയെ സ്ക്വയർ ചെയ്തിട്ട്, ദ്വിഗുണൈർ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട്, നിരേകൈർ അതിൽ നിന്ന് 1 കുറച്ചിട്ട്, വർഗീകൃതൈർ അതിന്റെ സ്ക്വയർ എടുത്തിട്ട്, വർജിത യുഗ്മവർഗൈഹി ആ ഇരട്ട സംഖ്യയുടെ സ്ക്വയർ അതിൽ നിന്ന് കുറച്ചിട്ട്, വർഗീകൃതൈർ നിരേകൈ വർജിത യുഗ്മവർഗൈഹി വ്യാസം ച ഷഡ്ഗിനം വ്യാസത്തെ 6 കൊണ്ട് ഗുണിച്ചത്, അതിനെ വിഭജേ എന്നിട്ട് അത് ഡിവൈഡ് ചെയ്യാം. ഇപ്പൊ ഈ 2, 4, 6 എന്നുള്ളത് ഇങ്ങനെ കുറേ ചെയ്യാം. എത്രത്തോളം നിങ്ങൾ ചെയ്യുന്നുവോ അത് വ്യാസത്തിന്റെ 3 ഇരട്ടിയോട് ചേർത്താൽ സർക്കംഫറൻസിന്റെ കറക്റ്റ് അളവ് കിട്ടും. ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള തിയറങ്ങൾ ധാരാളം ഉണ്ട്. വ്യാസാത് വനസംഗുണിത വ്യാസത്തെ 4 കൊണ്ട് ഗുണിക്കുക. വനം എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ഭൂതസംഖ്യ അല്ലെങ്കിൽ ഭാസ്കരീയ നമ്പർ സിസ്റ്റമാണത്. വ്യാസാത് വനസംഗുണിതാത് പ്രതകാപ്തം അങ്ങനെ കുറേ പ്രാവശ്യം വ്യാസത്തെ 4D 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 എന്ന് എഴുതി വയ്ക്കാം. വ്യാസാത് വനസംഗുണിതാത് പ്രതകാപ്തം ത്രി ആദി അയുഗ്വിമൂലഘനൈഹി. ത്രി ആദി എന്ന് വെച്ചാൽ 3 തുടങ്ങിയ ഒറ്റ സംഖ്യ. വിമൂല ഗണൈഹി വ്യാസാത് മനസംഗുണിതാത് പ്രതകാപ്തം ത്രിയാദി അയുഗ് വിമൂല ഗണൈഹി. എന്താ ചെയ്യാ? ഈ 3നെ അതിന്റെ ക്യൂബ് എടുത്തിട്ട് അതിൽ നിന്ന് അയുഗ് വിമൂല 3ന്റെ സ്ക്വയർ റൂട്ട് കുറച്ചിട്ട് അതിന്റെ ഹോൾ ക്യൂബ് എടുക്കുക. 3 ക്യൂബ് മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് 3 ദ ഹോൾ ക്യൂബ്. 5 ക്യൂബ് മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് 5 ദ ഹോൾ ക്യൂബ്. 7 ക്യൂബ് മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് 7 ദ ഹോൾ ക്യൂബ്. ഇതുപയോഗിച്ച് ഒന്നുകൂടി പറയാം. ത്രിയാദി അയുഗ് വിമൂലഗണൈഹി വ്യാസേത്രിനിഗ്നേ ക്രമശഃ സ്വമൃണം കൃത്വാമി. ഇതിനെ വ്യാസത്തിന്റെ 4 മടങ്ങിൽ നിന്ന് ഡിവൈഡ് ചെയ്തിട്ട് വ്യാസത്തിന്റെ 3 ഇരട്ടിയോട് യഥാക്രമം കൂട്ടുകയും കുറയ്ക്കുകയും ക്രമശഃ സ്വം ഋണം കൃത്വാമി. സ്വം എന്ന് വെച്ചാൽ കൂട്ടുക, ഋണം എന്ന് വെച്ചാൽ കുറയ്ക്കുക. ക്രമശഃ ആൾട്ടർനേറ്റീവ്ലി ചെയ്താൽ ആ വൃത്തത്തിന്റെ സർക്കംഫറൻസ് കിട്ടും. ഇത് യൂളേഴ്സ് തിയർ ആണ്. അപ്പോ വ്യാസാത് വനസംഗുണിതാത് ത്രി ആദി അയുഗ് വിമൂലഗണൈഹി വ്യാസേത്രിനിഗ്നേ ക്രമശഃ സ്വം ഋണം കൃത്വാപി പരിധിരാനീയുഹു. ഈ തിയർ നിങ്ങൾ ബൈഹാർട്ട് പഠിക്കണം എന്നല്ല പറഞ്ഞത്. ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള തിയറങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്, ആയിരക്കണക്കിന്. അതിൽ 10-100 തിയറങ്ങൾ ഞാൻ കമ്പൈൽ ചെയ്തിട്ടുണ്ട്. ടൈക്കോ ബ്രാഹി ഇക്വേഷൻ അങ്ങനെയുള്ള എല്ലാം കമ്പൈൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്രയും ഗംഭീരമായിട്ടുള്ള അറിവ് നമ്മുടെ ശാസ്ത്ര പൈതൃകമായിട്ട് നമ്മുടെ നാട്ടിലുണ്ട്. ഇതൊക്കെ ഉണ്ടെന്ന് അറിയണം. ഒരാൾ എന്നോട് ചോദിച്ചു, കേരളത്തിലെ ശാസ്ത്രജ്ഞന്മാരുടെ എണ്ണം ധാരാളം പേരുണ്ട്. ആര്യഭട്ടനുണ്ട്, സംഗമഗ്രാമ മാധവാചാര്യര് ഇരിങ്ങാലക്കുടക്കാരൻ, തൃക്കണ്ടിയൂർ അച്യുത പിഷാരടി മലപ്പുറത്തുകാരൻ, തിരൂര് ശങ്കരവർമ്മൻ തിരൂരുകാരൻ, ആലത്തിയൂർ പുതുമന സോമയാജി മലപ്പുറത്തെ ആലത്തിയൂർ ഗ്രാമത്തിലുള്ള ആള്, കുണ്ടറ ശങ്കരനാരായണൻ, അങ്ങനെ തുടങ്ങി. പിന്നെ നീലകണ്ഠ സോമയാജി, പുതുമന സോമയാജി, സോമസുത്വൻ എന്ന് പറയുന്ന ഒരാള്. ശരിക്കും കേരളത്തിലെ മാത്തമാറ്റീഷ്യൻസ് എന്ന് പറഞ്ഞാൽ 1000-ഓളം പുസ്തകങ്ങളും വ്യക്തികളും അടയാർ ലൈബ്രറിക്കാർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കാറ്റലോഗ് മാത്രം. ധാരാളം ഗണിത ശാസ്ത്രജ്ഞന്മാരും ജ്യോതിശാസ്ത്രജ്ഞന്മാരും ഉള്ളവരായിരുന്നു, ഉള്ള ഒരു സംസ്ഥാനമായിരുന്നു കേരളം. ഇത് നമ്മൾ അറിയുന്നത് എന്തിനാ അറിയോ? അഭിമാനിക്കാനും ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാനും ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രയോജനപ്പെടുത്താനും. പ്രണാമം, നമസ്കാരം.